മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാനായിട്ട് പേടിക്കുന്നതിൽ ഒരാളാണോ നിങ്ങൾ? എന്നോടിപ്പോൾ ഇത് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് പറയും ഇത് മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പേടിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതേപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചപ്പോഴുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാനായിട്ട് പേടിക്കുന്നവരുടെ മിക്കവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ സേഫ്റ്റി ആയിരിക്കും, അതേപോലെ തന്നെ വെക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. മിക്കവരുടെ പ്രശ്നം വേദനയാണ്, അതേപോലെ തന്നെ ഹൈമൻ പൊട്ടോ എന്നുള്ള കുറേ പേടികൾ എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ ഫസ്റ്റത്തെ മെൻസ്ട്രൽ കപ്പ് എക്സ്പീരിയൻസ് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഇപ്പോൾ ചിരി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം സംഭവം വാങ്ങിച്ചുകൊണ്ടെന്ന് വീട്ടിൽ വെച്ചിട്ട് 3 മാസം ഞാൻ കണ്ടിന്യൂസ് പാഡ് ഉപയോഗിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ മെൻസ്ട്രൽ കപ്പ് വെച്ച് നോക്കാമെന്ന് കരുതിയിട്ട് വെച്ചത്. ഞാനന്ന് വെച്ചപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടല്ല വെക്കാൻ തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കൂടുതൽ പേടിയാവോ എന്നുള്ള രീതിയിൽ ഞാൻ നേരെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തത്. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് വെക്കണത്. ഇതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ആദ്യം വെച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും എനിക്ക് എടുത്തപ്പോഴായിരുന്നു വേദന. കാരണം എങ്ങനെ എടുക്കണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ വെച്ചതിന് ശേഷം അയ്യോ ഞാനിപ്പോൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം വെക്കുകയാണ്, ഉള്ളിലേക്ക് കയറി പോവോ, ശ്വാസം മുട്ടി മരിച്ചു പോകുന്നതൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സിറോണ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. നമുക്ക് സ്മോൾ സൈസും ഉണ്ട്, മീഡിയം സൈസും ഉണ്ട്. ഈ സ്മോൾ സൈസും മീഡിയം സൈസും നമുക്കിപ്പോൾ ടീനേജേഴ്സ് ആയിട്ടുള്ള ഗേൾസിനൊക്കെ ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താ പറയുക, പ്രസവം കഴിഞ്ഞവർക്ക് കുറച്ചും കൂടി ലാർജ് സൈസ് ആയിരിക്കും. നമ്മുടെ ബ്ലീഡിങ് അനുസരിച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു സ്മോൾ സൈസ് വാങ്ങിച്ച് വെച്ചോളാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത്ര വലുത് ഉള്ളിലേക്ക് വെക്കാന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പേടിയുണ്ടാവും. അപ്പോൾ കുഞ്ഞ് വാങ്ങി ആദ്യം വെച്ച് നോക്കാം. എന്നിട്ട് നമ്മുടെ ബ്ലീഡിങ് അനുസരിച്ച് എന്താ പറയുക, ഇത് നമുക്കൊരു 9 to 10 hours ഒക്കെ വെക്കാൻ പറ്റും. പെട്ടെന്ന് ലീക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മീഡിയം സൈസ് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി പൗച്ചൊക്കെ കിട്ടും കേട്ടോ. നമുക്കപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്റ്റെറിലൈസ് ചെയ്യണം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷവും നമ്മളിത് ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഒരു 5 to 10 minutes സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പൗച്ചിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് സൂക്ഷിച്ച് വെക്കാൻ ശ്രദ്ധിക്കാം. പാൻറ്റ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ഇത് വജനിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സി ടൈപ്പ്. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെയാണ് വെക്കാം എന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിന് ഇവിടെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ മടക്കുമ്പോൾ കുറച്ച് വിടുത്ത് കൂടാറുണ്ട്. അപ്പോൾ ഇത് വെക്കാൻ കുറച്ച് പണിയായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനിങ്ങനെ കേട്ടോ വെക്കാറ്. അത് കഴിഞ്ഞിട്ടുള്ള മെത്തേഡാണ് പഞ്ച് ഡൗൺ മെത്തേഡ്. ഇതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകുമ്പോൾ മെൻസ്ട്രൽ കപ്പിൻ്റെ വിടുത്ത് ഇവിടെ കുറയാണ്, ബാക്കി ഇങ്ങനെ മടങ്ങിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ളിലേക്ക് നേരെ കയറി പോയിക്കോളും. പിന്നെ ആണ് 7 ഷേപ്പ് മെത്തേഡ്. 7 ഷേപ്പ് മെത്തേഡും കുഴപ്പമില്ല കേട്ടോ. 7 ഷേപ്പ് മെത്തേഡ് എനിക്ക് അറിയില്ല, എന്നാലും സി ടൈപ്പ് മെത്തേഡും മറ്റേ പഞ്ച് ഡൗൺ മെത്തേഡും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്ത മെത്തേഡാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു കാല് വേണമെന്നുണ്ടെങ്കിൽ ഹൈറ്റിലേക്ക് കയറ്റി വെച്ചിട്ട് വേണമെങ്കിൽ മെൻസ്ട്രൽ കപ്പ് നമുക്ക് വജീനിലേക്ക് വെക്കാം, ഫോൾഡ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ വേണം നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കണ പോലെ ഇരുന്ന് കണ്ട് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്ന പോലെ വെക്കണ പോലെ നമുക്ക് വെക്കാം. 3 എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് കാണിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനാട്ടോ. പിന്നെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ആക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ഒരിക്കലും വെക്കരുത്. നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്ത് നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് വേണം ഇത് യൂസ് ആക്കാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും പീരീഡ്സ് ആയിരിക്കുന്ന ടൈമിൽ വെക്കണതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടി അവിടെ റഫായിരിക്കില്ല. അപ്പോൾ പിന്നെ വെക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ മെൻസ്ട്രൽ കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരിക്കലും ഈ സ്റ്റെമ്മ് പിടിച്ച് വലിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കൊടുത്തിട്ട് വേണം വലിക്കാനായിട്ട്. നേരിട്ട് പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വേദന എടുക്കും. അപ്പോൾ അതൊന്ന് എന്തായാലും യൂസ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ എൻ്റെ ഒരു ഇത് വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ അബ്ഡോമിനിലേക്ക് ഇത് കയറി പോകില്ല എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഞാൻ മരിച്ചു പോകുന്നു എന്നെ പോലെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ പേരും പേടികൊണ്ടാണ് വയ്ക്കാത്തുള്ളത്. പിന്നെ ആദ്യമായിട്ട് ഇനിയിപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ആക്കണവരാണെന്നുണ്ടെങ്കിൽ പാഡ് നമുക്ക് വേണം. ഇപ്പോൾ കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ വർക്കിനൊക്കെ പോകണവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒപ്പം ലീക്കാവുമെന്ന് പേടിയുള്ളവർക്ക് ഒപ്പം പാഡ് വെച്ചങ്ങാണ്ട് പോവാം. അത് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ദിവസങ്ങൾ അങ്ങനെ പാഡ് വെച്ച് പോവാം. എന്നാലും പിന്നെ നമ്മൾ അതിനോട് സെറ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.